വെൽക്കം ബാക്ക് ടു ഹെഡ് ലോക്കൽ. നമ്മുടെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഭക്ഷണത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് ഭക്ഷണമെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം തരുന്നതും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ന്യൂട്രിയൻസ് തരുന്നതുമായ വസ്തുവിനെയാണ് നാം ഭക്ഷണം എന്ന് പറയുന്നത്. ഇനി നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാമാണ് പ്രധാനമായി അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, മറ്റൊന്ന് പ്രോട്ടീൻ, പിന്നെ ഫാറ്റ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് ഗ്ലൂക്കോസായി എത്തുകയും അത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, ഊർജം തരികയും ചെയ്യുന്നു. പ്രോട്ടീൻ ആണെങ്കിലോ മസിൽസിന്റെ, നമ്മുടെ മുടി, നമ്മുടെ നഖം, അതേപോലെ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോർമോൺസിന്റെ ഉൽപാദനം, ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നു. പിന്നെ ഫാറ്റ് ആകട്ടെ, അതും ഒരു ഊർജ സ്രോതസ് തന്നെയാണ്. പക്ഷെ ഊർജത്തോടൊപ്പം നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം, പിന്നെ നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം, പിന്നെ ചില വൈറ്റമിൻസ് ഉണ്ട്, അതും ഫാറ്റിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വയറിനെ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭക്ഷണം, അത് ഈ അമിതമായി പ്രോസസ് ചെയ്ത കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കൂടിക്കലർത്തി ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒത്തിരി രുചികരമായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനീസ് കൊഴുപ്പും പഞ്ചസാരയും പിന്നെ ഉപ്പും ഇതെല്ലാം കൂടെ ഏത് അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ രുചികരമായി തോന്നും. ആ കഴിക്കുന്ന ഉപഭോക്താവിന്റെ ബുദ്ധിയിൽ കൂടുതൽ ഹാപ്പിനെസ് ഹോർമോൺ, സന്തോഷം തരുന്ന ഹോർമോൺസ് കൂടുതലായി ഉത്പാദിപ്പിക്കും എന്നുള്ള പഠനം നടത്തിയിട്ടാണ് പല പാക്കറ്റിൽ കാണുന്ന ഫുഡ്സും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള ക്യാരറ്റിനോടോ അല്ലെങ്കിൽ തക്കാളിയോടോ ഒന്നും നമുക്ക് കൊതി തോന്നാറില്ല. പക്ഷെ ഈ പാക്കറ്റിലുള്ള ഫുഡ്സിനോട് നമുക്കൊരു കൊതി തോന്നാറുണ്ട്. ഐസ്ക്രീമിനോടും പിന്നെ ചോക്ലേറ്റിനോടും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് പോലും ഒരു കൊതി തോന്നാറുണ്ട്. അതിനുള്ളൊരു കാര്യം ഇതും കൂടിയാണ്. കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കൂടിക്കലർത്തിയുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരം പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ഉയർത്തുന്നു. അതിന് ആനുപാതികമായി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉയരുകയും ചെയ്യുന്നു. ഇൻസുലിൻ ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കൊഴുപ്പിനെ ഊർജമായി ഉപയോഗിക്കത്തില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പ് ചെല്ലുമ്പോൾ ആ എത്തുന്ന കൊഴുപ്പ് മുഴുവനായും അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെയുള്ള ഭക്ഷണങ്ങൾ, അതായത് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ അമിതമായി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാലോറീസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും കൂടുതൽ ഊർജം എത്തുകയും ഈ ഊർജമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. നാം സ്ഥിരമായി കഴിക്കാറുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കൂടിക്കലർന്നിട്ടുള്ള ഒരു ഫുഡ്സിന്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ക്രമീകരിക്കാം എന്ന് നോക്കാം. ഈ കാർബോഹൈഡ്രേറ്റ് എന്നത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് എനർജി തരുന്ന ഒരു സ്രോതസ്സാണ്. അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി 1-2 മണിക്കൂറത്തേക്ക് കഠിനാധ്വാനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതേസമയം ഫാറ്റിൽ നിന്നുള്ള എനർജി ആകട്ടെ, കൊഴുപ്പിൽ നിന്നുള്ള ഊർജ്ജമാകട്ടെ, നമ്മളെ ദീർഘനേരത്തേക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ സഹായിക്കുന്നു. നമ്മൾ ഒത്തിരി ഭാരം ഉയർത്തുകയും ഓടുക അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കായികക്ഷമത വേണ്ട ജോലികൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഈ വീട്ടമ്മമാര് അധികം ശാരീരിക അധ്വാനം വേണ്ടാത്ത ജോലി, കൂടുതലും ഇരുന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ശാരീരിക അധ്വാനം കൂടുതലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ ക്രമീകരിക്കുന്നതാണ് നല്ലത്. അതും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ ശരീരം പതുക്കെ വലിച്ചെടുക്കുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഗ്ലൈസീമിക് ഇൻഡെക്സിനെ പറ്റിയിട്ടും അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ സാധാരണ ജോലികളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇരുന്നുള്ള ജോലികളും അധികം വീട്ടിലുള്ള ജോലികളും ഒക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക്, അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ആവശ്യം വേണ്ട ഊർജവും കിട്ടും, നിങ്ങളുടെ ശരീരത്തിന്റെ വളർച്ചയും ആരോഗ്യവും നിലനിൽക്കുകയും ചെയ്യും.